കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് സംഘത്തിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളായ വി കെ നിഷാദ്, TCV നന്ദകുമാർ എന്നിവർക്ക് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥിയാണ്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇതിൽ ഈ സ്ഥാനാർത്ഥിയാണ്, ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ആ തരത്തിൽ കൂടി തിരിച്ചടിയാണ്. അനുജ, തീർച്ചയായും അത്തരത്തിൽ കൂടി തിരിച്ചടിയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ ഈ രണ്ടുപേരും പ്രതിയാണ് ഇന്നലെ തന്നെ തലശ്ശേരി കോടതി വിധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രണ്ടുപേർക്കും ഉള്ള ശിക്ഷ ഇന്ന് വിധിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏതെങ്കിലും നിലയ്ക്കൊരു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ആ പ്രതികൾ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ണൂർ ജില്ലാ ജയിലിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രതികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തലശ്ശേരി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇവരെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുകയാണ് CPM പ്രവർത്തകർ. ഇപ്പോൾ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ജയിലിലേക്ക് ഇവരെ അയക്കുന്നത്. കണ്ണൂരിലെ പയ്യന്നൂരിലെ പോരാളികൾ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവരെ നിലവിൽ ജയിലിലേക്ക് ഈ CPM പ്രവർത്തകർ അയക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ പയ്യന്നൂരിലെയും ഒപ്പം തന്നെ തലശ്ശേരിയിലെയും ഒക്കെ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. ആദ്യം മുതൽ തന്നെ എത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ കേസിൻ്റെ വിധി കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ശിക്ഷാവിധി കേൾക്കാനും പ്രധാനപ്പെട്ട ആളുകൾ എത്തി. ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്, പയ്യന്നൂരിലെ ധീരന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതികളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി അവരെ ജയിലിലേക്ക് പോകുമ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ ശിക്ഷാവിധിയിൽ പലതരത്തിലുള്ള ഇളവുകൾ ഇവർ ചോദിച്ചിരുന്നു. പക്ഷേ കോടതി അനുവദിച്ചില്ല. കാരണം 2 നേതാക്കൾക്കെതിരെയും കൊലപാതക ശ്രമമടക്കം പല കുറ്റങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പല കേസുകൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർക്ക് ഒരു ഇളവ് നൽകാതിരുന്നത്. അതിന് പിന്നാലെയാണ് 20 വർഷത്തെ ശിക്ഷ വിധിക്കുന്നു. ആ 20 വർഷത്തെ ശിക്ഷ അത് ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ അത് 10 വർഷത്തെ ശിക്ഷയായി അനുഭവിച്ചാൽ മതി എന്ന നിലയിലേക്കാണ് കോടതി വിധിക്കുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഇവരെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ സ്ഥാനാർത്ഥിത്വത്തിന് പ്രശ്നമില്ല. അതായത് വി കെ നിഷാദിനെ ഈ നഗരസഭയിൽ നിന്നും പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ മൊട്ടമ്മൽ വാർഡിൽ നിന്നും ജനവിധി തേടാം. പക്ഷേ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അയോഗ്യനാകും. കാരണം 2 വർഷത്തിന് മുകളിൽ വരുന്ന ഒരു ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. അത് ജയിൽവാസം ഉണ്ടായി കഴിയുമ്പോഴൊക്കെയും അയോഗ്യത ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ അയോഗ്യനാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ പ്രദേശത്തെ CPM നേതാക്കൾ, പ്രധാനപ്പെട്ട DYFI നേതാക്കളൊക്കെയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഈ രയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ ഈ അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, CPMൻ്റെ ജില്ലാ സെക്രട്ടറി P ജയരാജനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വ്യാപക സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോലീസ് സംഘത്തിന് നേരെയും പയ്യന്നൂർ SI KP രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സഞ്ചരിച്ച ജീപ്പിന് നേരെ 4 അംഗ സംഘം എത്തി ബോംബെറിഞ്ഞ കേസായിരുന്നു. ഇതിൽ ഈ നിഷാദാണ് ബോംബെറിഞ്ഞത്. ഇവർ ബൈക്കിലെത്തി ബോംബെറിഞ്ഞ് തിരിഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കേസാണ്. ആ കേസിൽ 13 വർഷത്തിന് ശേഷം വിധി വരുന്നു. അങ്ങനെ വിധി വരുമ്പോൾ 2 പ്രധാനപ്പെട്ട നേതാക്കളും കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു. അതിന് പിന്നാലെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ വാർഡിൽ CPMനൊരു ഡമ്മി സ്ഥാനാർത്ഥി കൂടിയുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥി കൂടിയുണ്ട്. എന്തായാലും ശിക്ഷാവിധി കഴിഞ്ഞു. ഈ CPM നേതാക്കൾ അവരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവരെ ജയിലിലേക്ക് അയക്കുക കൂടി ചെയ്തിരിക്കുന്നത്. അനുജ, ഇപ്പോൾ ഇന്ന് ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഡിവൈഎഫ്ഐയുടെ നേതാക്കളൊക്കെയാണ് നേരത്തെ മുദ്രാവാക്യം മുഴക്കി അവരെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത്. അനുജ, DYFIയുടെ പ്രധാനപ്പെട്ട പയ്യന്നൂരിലെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, CPMൻ്റെ ചില നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ജില്ലയിലുടനീളം ഉള്ള നേതാക്കൾ ആരും അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ന് പല ഭാഗങ്ങളിലായി ഇപ്പോൾ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെയും നടന്നു വരികയാണ്. അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. അപ്പോൾ ആ വിധിയെ ഒരു തരത്തിലും പ്രവർത്തകരെ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ ആ വിധിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർ തെറ്റു ചെയ്തു, തങ്ങളുടെ ഇപ്പോൾ നേതാക്കളാണ്, DYFI നേതാക്കളാണ് ഇരുവരും, അതിൽ
വി കെ നിഷാദ് അദ്ദേഹം ഇപ്പോൾ ജില്ലാ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയുമാണ്. ഒപ്പം തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ഈ അന്നൂർ TVC നന്ദകുമാർ എന്നയാൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഏതെങ്കിലും തരത്തിൽ ഇവർ കുറ്റക്കാരാണ് അല്ലെങ്കിൽ ഇവർ തെറ്റ് ചെയ്തു എന്ന നിലയിലല്ല പാർട്ടി അവരെ സംരക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ അതിന് വേണ്ട സംരക്ഷണവും ഒപ്പം പിന്തുണയും ഒക്കെ നൽകി തന്നെയാണ് ഈ വിചാരണ കാലയളവിലും ഒപ്പം തന്നെ ഇന്നലെ ശിക്ഷാവിധി അത് വിധിക്കുന്ന സമയത്തും ഇന്ന് കുറ്റക്കാരനാണെന്ന് തെളിയുന്ന സമയത്തും ഇന്ന് ശിക്ഷ വിധിക്കുന്ന സമയത്തും ഒക്കെ ഇത്തരത്തിൽ പ്രവർത്തകർ നേതാക്കളൊക്കെയും എത്തിക്കൊണ്ട് അവർക്ക് വലിയ പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇദ്ദേഹം ഇനി ജയിലിൽ കിടന്നാകും മത്സരിക്കുക എന്നുള്ളത് കൂടി ഇക്കാര്യത്തിൽ വ്യക്തമാവുകയാണ്. ജയിലിൽ നിന്നുകൊണ്ട് മത്സരിക്കും. അദ്ദേഹം അത് ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയോഗ്യനാക്കപ്പെടും. പക്ഷേ ഡമ്മി സ്ഥാനാർത്ഥി കൂടി ഉണ്ട് എന്നിരിക്കെ ഏത് തരത്തിലാകും CPM ഇനി ഇക്കാര്യത്തെ കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ തന്നെ മത്സരിപ്പിക്കുമോ അതോ ഡമ്മി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് കൂടി പ്രധാനമായിട്ട് മാറും. എന്തായാലും പ്രധാനപ്പെട്ട ഈ പ്രതികൾക്ക് പല കേസുകളുമുണ്ട്. ഇനിയും ശിക്ഷ വരേണ്ടത് അല്ലെങ്കിൽ വിധി വരേണ്ടതായിട്ടുള്ള പല കേസുകളുമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് ഇത്. അനുജ, 2012 സംഭവം ഉണ്ടായത്. പയ്യന്നൂരിൽ പോലീസ് സംഘത്തിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിലാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വി കെ നിഷാദ്, TCV നന്ദകുമാർ എന്നിവർക്ക് 20 വർഷം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ ലഭിച്ചത്. വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥിയാണ്. അതാണ് ഇതിലേറ്റവും വാർത്താ പ്രാധാന്യമുള്ള കാര്യവും. ഒരു കാര്യം, അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കുമോ എന്നൊക്കെയുള്ള ഇതിലേക്ക് എങ്ങനെയാണ് പാർട്ടി അതിൽ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.